നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇനി സെബാസ്റ്റ്യന് രക്ഷയില്ല. അതിരമ്പുഴ ജൈനമ്മ കൊലക്കേസിൽ ചേർത്തല പള്ളിപ്പുറം സ്വദേശി സെബാസ്റ്റ്യന്റെ പങ്കിന് കൂടുതൽ തെളിവ് അന്വേഷകർക്ക് കിട്ടിക്കഴിഞ്ഞു. ഈ സാഹചര്യത്തിൽ സെബാസ്റ്റ്യനെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും. കൊലക്കേസല്ല, അതിനപ്പുറം ചാർജ് ചെയ്താലും തനിക്ക് പ്രശ്നമില്ലെന്നും ഒരു കേസും വ്യക്തമായി തെളിയിക്കാൻ സാധിക്കില്ല എന്നും ഈസിയായി പുറത്തിറങ്ങുമെന്നും സീരിയൽ കില്ലർ സെബാസ്റ്റ്യന്റെ വെല്ലുവിളി ഉയരുകയാണ്. 2 ആഴ്ച ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്തിട്ടും വ്യക്തമായ ഉത്തരം നൽകാതെയും പോലീസിനെ വഴിതെറ്റിച്ചു. ജൈനമ്മ കൊലക്കേസിൽ വ്യക്തമായ തെളിവുകൾ നിരത്തി ചോദ്യം ചെയ്തപ്പോൾ ക്ഷീണവും ഉറക്കവും അഭിനയിച്ച തന്ത്രം പയറ്റി. ദുരൂഹ സാഹചര്യത്തിൽ കാണാതായ ബിന്ദു, ഐഷ, സിന്ധു എന്നിവരെ പരിചയമുണ്ടെന്നല്ലാതെ മറ്റൊന്നും അറിയില്ലെന്നാണ് മൊഴി. ചേർത്തലയിലെ വീട്ടിലും അതുപോലെ തന്നെ കുളിമുറിയിലും കണ്ടെത്തിയ രക്തം തന്റേതാണെന്ന് സെബാസ്റ്റ്യൻ പറയുകയും ചെയ്തിരുന്നു. മാത്രവുമല്ല, പ്രമേഹ രോഗമുണ്ടെന്നും കാലിലെ മുറിവ് ഉണങ്ങാതെ വന്നപ്പോൾ രക്തം തനിയെ പൊടിഞ്ഞെന്നുമാണ് അവകാശവാദം. എന്നാൽ ചേർത്തലയിൽ സെബാസ്റ്റ്യന്റെ വീട്ടിലെ കുളിമുറിയിൽ ടൈലിനിടയിൽ പരിശോധനയിൽ കണ്ടെത്തിയ രക്തക്കറ ജൈനമ്മയുടേതാണെന്ന ശാസ്ത്രീയ പരിശോധനയിൽ തിരുവനന്തപുരം ഫോറൻസിക് ലാബിൽ തെളിഞ്ഞു. ഇതോടെ കള്ളമൊഴിയുടെ പ്രസക്തി തീരുകയാണ്. കുളിമുറി കഴുകി വൃത്തിയാക്കാൻ ഉപയോഗിച്ച സ്ക്രബ്ബറും കണ്ടെത്തിയിരുന്നു. വീടിനുള്ളിൽ രക്തക്കറ കണ്ടെത്തിയിരുന്നു. ഇതോടെ സെബാസ്റ്റ്യനെതിരെ ശാസ്ത്രീയ തെളിവ് പോലീസ് കിട്ടുകയാണ് ഉണ്ടായത്. ഇനി ചോദ്യം ചെയ്യലിനോട് സെബാസ്റ്റ്യന് സഹകരിക്കാൻ കഴിയില്ല. അങ്ങനെ ചെയ്യാൻ അത് കൂടുതൽ കൊടും കുറ്റവാളിയുടെ മാനസികാവസ്ഥയായി വിലയിരുത്തപ്പെടും. തെളിവുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് സെബാസ്റ്റ്യനെ വേണ്ട രീതിയിൽ ചോദ്യം ചെയ്യാൻ പോലീസിന് കഴിയാതെ പോയത്. ഇനി കള്ളം പറഞ്ഞ് ചോദ്യം ചെയ്യില്ല എന്ന വഴിതെറ്റിക്കാൻ സെബാസ്റ്റ്യന് കഴിയുകയുമില്ല. ജൈനമ്മയെ വെട്ടിയോ കുത്തിയോ കൊലപ്പെടുത്തി ചുട്ടരിച്ച ശേഷം കത്തിയോ വസ്ത്രമോ ബാത്റൂമിൽ കഴുകിയിട്ടുണ്ടാകാനാണ് സാധ്യത. ജൈനമ്മയുടേതെന്ന് കരുതുന്ന വാനിറ്ററി ബാഗും അവശിഷ്ടങ്ങളും സമീപത്തെ കുളത്തിൽ നിന്ന് കണ്ടെത്തിയിരുന്നു. അടുപ്പിൽ കത്തിച്ച നിലയിൽ ലേഡീസ് വാച്ചിന്റെ ഡയലും ലഭിച്ചിരുന്നു. ജൈനമ്മയുടെ മൃതദേഹം മറവു ചെയ്ത മാസങ്ങൾക്കു ശേഷം അസ്ഥികൾ പുറത്തെടുത്ത് വീണ്ടും കത്തിച്ചിട്ടുണ്ടാകാമെന്നും സംശയമുണ്ട്. പിടിക്കപ്പെട്ടില്ല എന്ന വിശ്വാസത്തിലായിരുന്നു സെബാസ്റ്റ്യൻ. തെളിവും കിട്ടില്ലെന്ന ആത്മവിശ്വാസത്തിൽ അന്വേഷണവുമായി സഹകരിച്ചതുമില്ല. ഇതാണ് ആദ്യ ഫോറൻസിക് തെളിവ് പൊളിയുന്നത്. ജൈനമ്മയുടെ 11 പവൻ ആഭരണങ്ങളിൽ 5 പവൻ 24 സെബാസ്റ്റ്യൻ സഹായിയെ അയച്ച പണം വെച്ച് പണയപ്പെടുത്തിയിരുന്നു. വിവിധ പണമിടപാട് സ്ഥാപനങ്ങളിലായി പണയം വെച്ച ആഭരണങ്ങൾ ജൈനമ്മയുടേതാണെന്ന് അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. 2 ആഴ്ച തുടരെ ചോദ്യം ചെയ്തിട്ടും വിവരങ്ങളൊന്നും വെളിപ്പെടുത്താൻ തയ്യാറാകാത്ത സെബാസ്റ്റ്യനെ വ്യാഴാഴ്ച വൈകുന്നേരം വീണ്ടും റിമാൻഡ് ചെയ്തിരുന്നു. ഇതിന് വീണ്ടും ചോദ്യം ചെയ്തു. സമ്പൂർണ്ണ DNA ഫലം അന്വേഷണ സംഘത്തിന് അടുത്ത ദിവസങ്ങൾ തന്നെ കൈമാറും എന്നാണ് വിവരം. അതിനുശേഷമാകും വീണ്ടും ചോദ്യം ചെയ്യുക. കഴിഞ്ഞ 28-ന് വീട്ടുവളപ്പിലെ പരിശോധനയിൽ ശരീരാവശിഷ്ടം കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയിരുന്നു. ജൈനമ്മയുടെ മൊബൈൽ ഫോണും വസ്ത്രവും കണ്ടെത്തിയിരുന്നു. കോട്ടയം ക്രൈംബ്രാഞ്ചാണ് ജൈനമ്മയുടെ തിരോധാനം അന്വേഷിക്കുന്നത്. കാണാതായ ഡിസംബർ 23-ന് തന്നെ ജൈനമ്മ കൊല്ലപ്പെട്ടെന്ന നിഗമനത്തിലായിരുന്നു അന്വേഷണ സംഘം. ജൈനമ്മയുടെ ഫോൺ സെബാസ്റ്റ്യൻ കൈവശം വെച്ച് ഉപയോഗിച്ചാണ് കുറ്റകൃത്യം തെളിയുന്നതിലേക്ക് എത്തിയത്. ഫോണിന്റെ സ്ഥാനം പിന്തുടർന്നുള്ള അന്വേഷണമാണ് നിർണായക വഴിത്തിരിവായത്. സെബാസ്റ്റ്യന്റെ വീട്ടിൽ നിന്നും ലഭിച്ച മൃതദേഹാവശിഷ്ടങ്ങൾ ജൈനമ്മയുടേതല്ല എന്നാണ് പ്രാഥമിക നിഗമനം. 2024 ഡിസംബറിലാണ് ഏറ്റുമാനൂർ സ്വദേശി ജൈനമ്മയെ കാണാതാകുന്നത്. മാത്രമല്ല, ഈ വില്ലൻ ഫ്രാങ്ക്ലോ അടക്കമുള്ളവരുടെ ചോദ്യം ചെയ്യലുണ്ട്. ഫ്രാങ്ക്ലോയും ഇവരും തമ്മിൽ, അതായത് ഫ്രാങ്ക്ലോയും അതുപോലെ തന്നെ പൊന്നപ്പൻ ഒരാൾ വരുന്നുണ്ട്, സെബാസ്റ്റ്യൻ ഒരാളുണ്ട്. ഇവരെല്ലാവരും തമ്മിലൊരു ത്രികോണ പ്രണയമൊക്കെ തന്നെ അഭിനയിച്ചിരുന്നു എന്നടക്കമുള്ള വിവരങ്ങളും പുറത്തു വരികയാണ്.